പ്രണയക്കെണിയുടെ പേരിൽ വർഗീയ വിഷം ചീറ്റാൻ അനുവദിക്കരുതെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. ക്രൈസ്തവ പെൺകുട്ടികൾ പ്രണയക്കുരുക്കിൽ പെട്ടുപോയെന്ന് പ്രചരിപ്പിച്ച് അഭിമാനത്തിന് വില പറയുന്നു. ക്രൈസ്തവ യുവതികളുടെ പേരിൽ ആരും വർഗീയതയ്ക്ക് പരിശ്രമിക്കേണ്ടെന്നും പാംപ്ലാനി പറഞ്ഞു. സ്വയം പ്രഖ്യാപിത സംരക്ഷകരാകാൻ ആരും ശ്രമിക്കേണ്ടെന്ന് ക്രിസ്ത്യൻ അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷനും പരോക്ഷ വിമർശനമുണ്ടായി. കണ്ണൂർ ചെമ്പേരിയിലെ KCYM യുവജന സംഗമത്തിലാണ് ബിഷപ്പിന്റെ പ്രതികരണം. ഇന്ന് നമ്മുടെ പെൺകുട്ടികളുടെ രക്ഷകരായി പലരും രംഗപ്രവേശം ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആത്മാഭിമാനമുള്ള മക്കളാണ്. ഈ തലശ്ശേരിയിലെ ഒരൊറ്റ പെൺകുട്ടിയെ പോലും ആർക്കും ചതിയിലോ പ്രണയക്കുരുക്കിലോ പെടുത്താനാവാത്ത വിധം നട്ടലുള്ള പെൺകുഞ്ഞുങ്ങളാണ് ഈ തലശ്ശേരിക്കുള്ളത് എന്ന് ചങ്കൂറ്റത്തോടെ പറയാൻ തക്ക വിധത്തില്, മറിച്ച് നമ്മുടെ പെൺകുട്ടികളെ സംരക്ഷിക്കാൻ നമ്മുടെ സമുദായത്തിനറിയാം. നമ്മുടെ പെൺകുട്ടികളുടെ അഭിമാനത്തിന് വില പറയാൻ ഇനി ഒരാളെ പോലും നമ്മൾ അനുവദിക്കുകയുമില്ല എന്നുള്ളത് തിരിച്ചറിയാം. നമ്മൾ പറഞ്ഞ് നമ്മുടെ പെൺകുട്ടികൾക്ക് സ്വന്തമായി വിവേചനവും വിവേകവും ഇല്ല. കന്നുകാലി ചക്കമടല് കണ്ട കൂട്ടിക്കേറുന്നത് പോലെ നമ്മുടെ പിള്ളേരെല്ലാം പ്രണയക്കുരുക്കിൽ പെട്ടുപോയി എന്നാരൊക്കെയോ പറഞ്ഞുണ്ടാക്കിയ ഭീകരമായ കഥകൾ കേട്ട് നമ്മുടെ പെൺകുട്ടികളുടെ അഭിമാനത്തിന് വില പറയുന്ന സാഹചര്യം ഈ നാട്ടിൽ സംജാതമായിട്ടുണ്ട്. ഇപ്രകാരമുള്ള കെണികളുടെ പേരില് നമ്മൾ ഇവിടെ വർഗീയതയുടെ വിഷം ചീറ്റാനും നമ്മളുടെ സ്വയം പ്രഖ്യാപിത സംരക്ഷകരാകാനും ഒരു സംഘടനയെയോ ഒരു പ്രസ്ഥാനത്തെയോ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി കൂടി ഈ നസ്രാണി സംഗമത്തിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അർജുൻ കല്യാട് നൽകും വിവരങ്ങൾ. അർജുൻ, മാർ ജോസഫ് പാംപ്ലാനിയുടെ നിലപാട് വ്യക്തമാണ്. കാസയ്ക്ക് ഉൾപ്പെടെ കൃത്യമായ മറുപടിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ. വിനീത, കാസയുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ടുള്ള ഒരു വിമർശനമല്ല തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി നടത്തുന്നത്. എങ്കിൽ കൂടി കഴിഞ്ഞകാല സംഭവ വികാസങ്ങളുടെയെല്ലാം അടിസ്ഥാനത്തിൽ അത് കാസയ്ക്കെതിരെയുള്ള ഒരു പരോക്ഷ വിമർശനമാണ്. കാസയ്ക്കെതിരെയുള്ള പരോക്ഷമായ രൂക്ഷ വിമർശനം തന്നെയാണ് പാംപ്ലാനി നടത്തുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. എന്തായാലും ക്രൈസ്തവർക്ക് പങ്കുവെക്കാനുള്ളത് കേരള സ്റ്റോറിയല്ല, മറിച്ച് നസ്രാണിയുടെ അല്ലെങ്കിൽ ആ മതവിഭാഗത്തിൻ്റെ സ്റ്റോറിയാണ് ഈ ക്രൈസ്തവ വിഭാഗത്തിന് പങ്കുവെക്കാനുള്ളത്. തുടങ്ങിയിട്ടുള്ള വർഗീയതയും മതവും പറഞ്ഞുകൊണ്ട് ഈ നസ്രാണി വിഭാഗത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ ക്രിസ്തീയ വിഭാഗത്തിൽപ്പെടുന്ന പെൺകുട്ടികളെല്ലാവരും തന്നെ ഇത്തരത്തിൽ പ്രണയക്കെണിയിൽപ്പെട്ട് വ്യാപകമായ തോതിൽ ഏതെങ്കിലും ഒരു മതത്തിലേക്ക് ചേക്കേറുന്നു, അല്ലെങ്കിൽ ഒരു വർഗീയമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ വർഗീയത സൃഷ്ടിക്കാനുള്ള ശ്രമം നടക്കുന്നു തുടങ്ങിയിട്ടുള്ള ഒരു ചിത്രം പൊതുവെ സൃഷ്ടിക്കാനുള്ള ശ്രമം നടക്കുന്നു. അത്തരത്തിൽ ചിത്രം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരും ഇത്തരത്തിൽ ക്രിസ്തീയ വിഭാഗത്തിൻ്റെ സ്വയം സംരക്ഷകരാവാൻ ആരും പുറപ്പെടേണ്ടതില്ല എന്നുള്ള ഒരു വിമർശനമാണ് കാസയ്ക്കെതിരെ മാർ ജോസഫ് പാംപ്ലാനി നടത്തുകയും ചെയ്തിട്ടുള്ളത്. വർഗീയതയുടെയും ഭിന്നതയുടെയും വിഷവിത്തുകൾ വിതയ്ക്കാൻ പലരും പരിശ്രമിക്കുന്നുണ്ട്.